വിശ്വതാണ്ഡവം. രചന ജിഫ്ന നിസാർ. അവതരണം ഷാഹുൽ മറയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. നീയായി ഉണ്ടാക്കിയ കെണി നീയായിട്ട് തന്നെ തീർത്തിടണം, അതാണ് എനിക്ക് വേണ്ടതും. ടീനയുടെ മുഖം വലിഞ്ഞു മുറുകി. കുറച്ചു മുമ്പ് മിത്രയെക്കുറിച്ച് സ്നേഹത്തോടെ പറഞ്ഞ എബിയെക്കുറിച്ച് മാത്രമായിരുന്നു അവളുടെ മനസ്സിലപ്പോൾ. മനസ്സിലായില്ല. വിശ്വയുടെ സ്വരം കടുത്തുപോയി. മിത്രയെന്ന് എനിക്ക് വേണ്ട നീ തന്നെ അവളോട് പറഞ്ഞ അവൾക്കത് ഹേർട്ടാവും. തീർച്ചയായിട്ടും അവൾ നിന്നിൽ നിന്ന് ഇറങ്ങി നടക്കും. എബിയുടെ വഴി ക്ലിയറാവും. ടീന ആവേശത്തിൽ പറഞ്ഞു. ബുദ്ധിമുട്ടാണ്. യാതൊരു അയവുമില്ലാതെ വിശ്വ പറഞ്ഞു. ടീനയുടെ മുഖത്തൊരു പരിഹാസച്ചിരിയാണ്. അതെ, നിനക്കത് ബുദ്ധിമുട്ട് തന്നെയാ, എനിക്കറിയാം. മിത്രയില്ലല്ലോ, അവിടെ കണക്കില്ലാത്ത സ്വത്തുക്കൾ മാത്രമല്ല നിന്റെ മനസ്സിൽ. അപ്പൊ പിന്നെ പൊട്ടനിൽ ഓട്ടടിച്ച് പോലെ ഇഷ്ടം സെറ്റായി കിട്ടിയത് നിനക്ക് ഉപേക്ഷിക്കാൻ ബുദ്ധിമുട്ട് തന്നെയാ, അതെനിക്കറിയാം. ടീന നോയി പരിഹസിച്ചു. നിനക്കൊരു തേങ്ങയും അറിയില്ല. അതേ പരിഹാസത്തോടെ വിശ്വയും ടീനയെ നോക്കി. തങ്ങൾക്ക് നേരെ നോക്കി ആകാംക്ഷയോടെ നിൽക്കുന്ന മിത്രയുടെ നേരെയും ഒരു നിമിഷം അവന്റെ കണ്ണുകൾ പാറി വീണു. നിനക്കാകെ അറിയാവുന്ന എബിന്റെ സ്നേഹം മാങ്ങ എന്ന് പറഞ്ഞിങ്ങനെ മോങ്ങാൻ മാത്രമാ. അതിൽ കൂടുതലൊന്നും നിനക്ക് തന്നെ അറിയില്ല. കൂട്ടുകാരി കുടുംബക്കാരി എന്ന് പറഞ്ഞ് കൊണ്ടു നടക്കുന്ന മിത്രയുടെ മനസ്സുപോലും നിനക്ക് അറിയില്ല, ഇനിയൊട്ട് അറിയാനും പോകുന്നില്ല. ടീന വിശ്വയെ തുറിച്ചു നോക്കി. അവന് പക്ഷേ യാതൊരു ഭാവഭേദവും തോന്നിയില്ല. അവൾക്ക് അവനെ ഇഷ്ടമല്ലെന്ന് പറയുമ്പോ വെറുപ്പില്ല. പക്ഷെ അവളുടെ ലൈഫിലേക്ക് അവനെ ആഗ്രഹിക്കുന്നില്ലെന്നൊക്കെ അവളായിട്ട് തന്നെ നിങ്ങളോട് ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ? അങ്ങനെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും കേൾക്കുന്ന ആൾ ആ പറയുന്നവരുടെ സൈഡിൽ കൂടി ഒന്ന് ചിന്തിച്ച് നോക്കണ്ടേ? ആ കോമൺ സെൻസ് നീയോ നിന്റെ കൂടെയുള്ള കസിൻസ് എന്ന് പറയുന്ന മറ്റുള്ളവരും മിത്രയോട് കാണിച്ചോ? നിർബന്ധം പിടിച്ചാൽ താനേ ഉണ്ടാവുന്ന ഒന്നല്ല സ്നേഹം എന്നുള്ളത് പഠിക്കാതെ നീയൊക്കെ ഇത്രയും വിദ്യാഭ്യാസം നേടിയിട്ട് എന്ത് കാര്യം? വീശുകൊല്ലാതെ ദേഷ്യം വരുന്നുണ്ട്. അതിനനുസരിച്ച് അവരെ സ്വരം രൂക്ഷമാവുകയും ചെയ്യുന്നുണ്ട്. ഇതെല്ലാം അവള് പറഞ്ഞു തന്ന കഥയല്ലേ? സത്യത്തിൽ ഇങ്ങനെയൊന്നും അല്ലടാ. സത്യം അറിഞ്ഞാൽ ഇപ്പോ അവൾക്ക് വേണ്ടി ന്യായം പറയും നീ തന്നെ അവളെ ഉപേക്ഷിച്ച് കളയും. ടീന വാശിയോടെ വിഷയം നോക്കി. അവളുടെ ഭാഗം അവള് പറയുന്നതിനേക്കാൾ ഭംഗിയായിട്ട് മറ്റാർക്കും പറഞ്ഞുതരാൻ കഴിയില്ലല്ലോ ടീന. എന്നാ ആര് പറഞ്ഞു? അവളുടെ ഭാഗം ക്ലിയർ ചെയ്യാൻ വേണ്ടി അവൾ പറഞ്ഞൊരു കള്ളം അത് നീ വിശ്വസിച്ചു. പക്ഷെ കുറെ കാലമായി എബിനിയാവിന്റെ സ്നേഹത്തെ അറിയാവുന്ന എന്നോട് ആ കള്ളം നീ ആവർത്തനം ചെയ്യണ്ട. ടീനക്ക് പുച്ഛമാണ്. ഓ, സമ്മതിച്ചു. എബിൻ മഹാൻ, അവന്റെ സ്നേഹം പരിശുദ്ധ സ്നേഹം. മിത്ര ഡെന്നീസ് മാത്യു കള്ളി, നുണച്ചി, മോശപ്പെട്ടവള്. പോരെ, നിന്റെ പ്രശ്നം തീർന്നോ? എനിക്കിനി പോകാവോ? വിശ്വാസഹീനതയോട് ചോദിച്ചു. പോയിക്കോ, പക്ഷെ അതിനുമുമ്പ് നീ എനിക്കൊരു വാക്ക് തരണം. നീ ആയിട്ട് മിത്രയെ ഉപേക്ഷിച്ചു പോകണം. നിന്റെ നന്മയ്ക്ക് വേണ്ടിയാ ഞാൻ പറയുന്നത്. അതനുസരിച്ചാൽ നിനക്ക് ഗുണമേ ചെയ്യൂ. ടീന അവസാന മുന്നറിയിപ്പ് എന്ന പോലെ പറയുമ്പോൾ വിശ്വ അവളെ നോക്കി മനോഹരമായി ചിരിച്ചു. എന്റെ നന്മയ്ക്ക് വേണ്ടി കൊള്ളാം, നല്ല ബെസ്റ്റ് ഐഡിയ. അവനൊന്ന് കണ്ണീമി കാണിച്ചു. ഏതവസ്ഥയിലും കൂടെ നിന്ന് കൊള്ളാമെന്നും അവൾക്കൊപ്പം ഞാനുണ്ടാവുന്ന മിത്രക്ക് ഞാൻ വാക്കുകൊടുത്തു പോയി ടീന. അതുകൊണ്ട് റിയലി സോറി. അത് പാലിക്കാൻ സാധിക്കാതെ കിട്ടുന്ന നീ ഇപ്പൊ പറഞ്ഞ നന്മ തൽക്കാലം എനിക്ക് ആവശ്യമില്ല. നീ വിട്ടുപിടി. യാതൊരു ലക്ഷ്യമില്ലാതെ ഉറപ്പോടെ തുറന്നു പറയുന്ന വിശ്വ. ഇടയ്ക്കിടെ മിത്ര നിൽക്കുന്നിടത്തേക്ക് പാഞ്ഞു പോകുന്ന അവന്റെ സ്നേഹം നിറഞ്ഞ നോട്ടങ്ങൾ. ടീനയുടെ നിലതെറ്റിക്കാൻ പാകത്തിനാണ് വിശ്വയുടെ ശൈലികൾ. ആത്മസംയമനം കൈവിടാതിരിക്കാൻ അവൾ അങ്ങേയറ്റം ശ്രമിച്ചു. ഇവനെ വെല്ലുവിളി കൊണ്ട് നേരിടാൻ കഴിയില്ലെന്ന് ഇതിനോടകം തന്നെ ടീനക്ക് മനസ്സിലാവുകയും ചെയ്തു. പ്ലീസ് വിശ്വ, നീ ഞാൻ പറയുന്നത് മനസ്സിലാക്ക്. എബിക്ക് അവളില്ലാതെ വയ്യ. അവനവൾ കുറെ കാലം മുന്നേ തന്നെ പ്രണയിച്ച് തുടങ്ങിയതാ. എന്തെങ്കിലും അവൾക്ക് അവനോട് ഇഷ്ടം തോന്നുന്നു കരുതി കാത്തിരുന്നവനാ. പെട്ടെന്നൊരു ദിവസം നിന്നെ ഇഷ്ടമാണെന്നും എബിയിട്ട് ഒഴിഞ്ഞു മാറണമെന്ന് അവൾ പറയുമ്പോൾ അവനത് ഒരുപാട് വേദന നൽകിയിട്ടുണ്ട്. താൻ വിചാരിച്ച ഈ പ്രശ്നം നിസ്സാരമായിട്ട് സോൾവ് ചെയ്യാൻ കഴിയും. പ്ലീസ്, എബിക്ക് അവളില്ലാതെ ജീവിക്കാൻ കഴിയില്ല. അവൻ അത്രമാത്രം അവളെ സ്നേഹിക്കുന്നുണ്ട്. അവൾക്കൊപ്പം ഒരു ജീവിതം മോഹിക്കുന്നുണ്ട്. ദേഷ്യവും വെറുപ്പെല്ലാം മാറ്റി വെച്ചുകൊണ്ട് ടീന ഈ പ്രാവശ്യം വിശ്വയോട് യാചിച്ചു. അവൻ്റെ മുഖത്തും അവൾക്കറിയാൻ കഴിയാത്തൊരു ഭാവമാണ്. എനിക്ക് അവളില്ലാതെ ജീവിക്കാൻ വയ്യെന്നായി ടീന. പ്ലീസ്, എന്നൊന്ന് മനസ്സിലാക്ക് നീ. അവൾ പറഞ്ഞ പോലെ തന്നെ വിശ്വയും പറഞ്ഞു. അതോടെ ആടവേറ്റിൽ എന്ന പോലെ ഒരു ഭാവമാണ് ടീനക്ക്. ഇനി എന്ത് ചെയ്യുമെന്നറിയാത്തൊരു വെപ്രാളവും. മിത്രയുടെ പപ്പി ഇതറിഞ്ഞ സമ്മതിച്ചിരുന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? അതിന് എനിക്കിഷ്ടം മിത്രയാണ്, അവളുടെ പപ്പയല്ല. എനിക്ക് അവളുടെ സമ്മതം മാത്രം മതി. ഡെന്നീസ് അങ്കിൾ അറിഞ്ഞാൽ ഒരിക്കലും നിനക്കവളെ കിട്ടില്ല വിശ്വ. അങ്കിളിനോട് ഏറ്റുമുട്ടാനുള്ള കപ്പാസിറ്റി നിനക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. മിത്രയ്ക്ക് വേണ്ടിയല്ലേ ഞാൻ ഏതറ്റം വരെയും പോകണ്ടീന. നിനക്കൊന്നും ഒരിക്കലും ആലോചിച്ച് നോക്കാൻ പോലും കഴിയാത്ത അത്രയും. അവൻ്റെ കണ്ണിലെ ആത്മവിശ്വാസം അതാണ് ടീനയുടെ നെഞ്ചിരിപ്പ് കൂട്ടിയത്. അത്രമേൽ സ്നേഹിക്കുന്ന ഒരാൾക്കൊപ്പം എന്ത് സംഭവിച്ചാലും ഞാനുണ്ടാവുമെന്ന് ഉറപ്പോടെ പറയുന്നവൻ്റെ നിശ്ചയദാർഢ്യം. ടീന അത് അവൻ്റെ കണ്ണിൽ കണ്ടു. നീ പറഞ്ഞ പോലെ എനിക്ക് അവളിൽ നിന്ന് പിന്മാറിപ്പോകാൻ കഴിയില്ല ടീന. അതിന് പിന്നിൽ നിനക്കറിയാത്ത കുറേ കാര്യങ്ങൾ കൂടിയുണ്ട്. ഞാനത് പറഞ്ഞാലും നിനക്കത് മനസ്സിലാവില്ല. ഇനി എന്ത് പറയണമെന്നറിയാത്ത നിസ്സഹായതയോടെ നിൽക്കുന്ന ടീനയെ നോക്കി വിശ്വശാന്തമായി പറഞ്ഞു തുടങ്ങി. അപ്പോഴവനിൽ രോഷമില്ല, ദേഷ്യമോ വെല്ലുവിളിയോ ഒന്നുമില്ല. പകരം വല്ലാത്തൊരു അസ്വസ്ഥത. ടീനക്ക് അറിയാൻ കഴിയാത്തൊരു മാനസികാവസ്ഥ. എനിക്കല്ല, അവൾക്ക്.
അവൾക്ക് മനസ്സിലാവില്ല നിന്റെ ഉദ്ദേശത്തെ. അങ്ങനെ പറയും. നീ ആരാണെന്ന് എനിക്കറിയാം. നിന്നെ ആദ്യം കണ്ടപ്പോൾ തന്നെ അറിയാം. അവളെ ചതിക്കുന്നല്ലേ നിന്റെ ഉദ്ദേശം? അതവളുടെ സ്വത്തുക്കൾ മോഹിച്ചല്ലേ, അല്ലേ? ദേഷ്യം അടക്കാൻ കഴിയാതെ ടീന അവന് നേരെ നോക്കിക്കൊണ്ട് ചോദിച്ചു. അവളുടെ പല്ലുകൾ ഞെരിഞ്ഞാൻ മറന്നു. അത് തന്നെയുള്ള ദേഷ്യമാണെന്ന് വിശ്വക്ക് അറിയാം. അവനവളോട് സഹതാപം തോന്നി. അതെ, അത് തന്നെയാണ് എൻ്റെ ഉദ്ദേശം. നിനക്ക് എന്ത് ചെയ്യാൻ കഴിയും? നിഗൂഢമായ ഒരു ചിരിയോടെ അതുവരെയുള്ള ശാന്തത വിട്ടുകൊണ്ട് അവൻ ടീനയെ നോക്കി. അവൻ്റെ ആ തുറന്നു പറച്ചിൽ ടീന പകച്ചുപോയി. അവളെ പ്രേമിച്ച് വശത്താക്കി ഞാൻ പറയുന്നതെന്തോ അനുസരിക്കുന്ന ഒരാളാക്കി മാറ്റുക, അത് തന്നെയാണ് എൻ്റെ ഉദ്ദേശം. അതും കാശ് വാങ്ങിയിട്ട്. ഇനിയിപ്പോൾ പറഞ്ഞില്ല എന്നൊന്നും പറഞ്ഞേക്കല്ലേ. നിന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമോ നീ ചെയ്യുക. ഞാനാണോ നീയാണോ ജയിക്കുന്നതെന്ന് അറിയണമല്ലോ. യാതൊരു മനസാക്ഷിയുമില്ലാതെ വിശ്വ ടീനെ വെല്ലുവിളിച്ച് ഒരക്ഷരം മിണ്ടാൻ കഴിയാതെ അവൻ്റെ നേരെ നോക്കി നിൽപ്പാണ് അവൾ. ചുമ്മാ സീനുണ്ടാക്കാനല്ല നിനക്ക് വേറെ എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ ടീന. അവൻ്റെ ചിരിയെപ്പോലെ അവളപ്പോൾ ഭയന്നു. എനിക്ക് നിങ്ങളോടൊരു ദേഷ്യവുമില്ല, അന്നും ഇന്നും. ഇനി നിങ്ങളായിട്ട് അത് ഉണ്ടാക്കാൻ ശ്രമിക്കരുത്. നേരത്തെ നീ എന്നോട് പറഞ്ഞ പോലെ ഇപ്പം ഞാൻ നിന്നോട് തിരിച്ചു പറയാ. എന്നോട് ഉടക്കാൻ വരരുത്. എന്നെ എൻ്റെ വഴിക്ക് വിട്ടേക്കുക. അതാ നിങ്ങൾ കസിൻസ് കൂട്ടത്തിന് നല്ലത്. പിന്നെ വേറെ കാര്യം, മിത്രയ്ക്ക് എന്നെ ഇഷ്ടമാണ്. എനിക്ക് അവളെയും. നിങ്ങൾ ആര് വിചാരിച്ചാലും അതില്ലാതാക്കാൻ കഴിയില്ല. എബിനെ അത് പറഞ്ഞ് മനസ്സിലാക്കുന്നതിനൊപ്പം തന്നെ നീയും നിന്റെ കൂടെയുള്ളവരും കൂടി അത് മനസ്സിലാക്കി വെക്കുക. ഇതിൻ്റെ പേരിൽ ഇനിയൊരു പ്രശ്നമില്ലാതിരിക്കാൻ വേണ്ടിയാ ഞാനിത് പറയുന്നത്. എബിന് നേരത്തെ ഒരു പ്രതീക്ഷ പോലും കൊടുക്കാതെയാ മിത്രാവിനിൽ നിന്ന് തിരിച്ചിറങ്ങി പോന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇനി ആ ഇഷ്ടത്തിന്റെ തണലിൽ ചുറ്റിപ്പറ്റി നിൽക്കാതെ എബിനോട് അതിൽ നിന്നിറങ്ങി നടക്കാൻ പറഞ്ഞേക്ക്. അതാണ് അവന്റെ ലൈഫിന് നല്ലത്. ടീനയോട് അത് പറയുമ്പോഴും വിശയുടെ മനസ്സിൽ എബിയുടെ മുഖമുണ്ടായിരുന്നു. അതിൽ നിറഞ്ഞു നിൽക്കുന്ന മിത്രയോടുള്ള സ്നേഹമുണ്ടായിരുന്നു. പക്ഷെ അത് ആ നിമിഷം കണ്ടില്ലെന്ന് അടിക്കുകയെ അവനപ്പോൾ മാർഗമുണ്ടായിരുന്നുള്ളൂ. ടീനക്ക് അവനോട് എതിർത്ത് പറയണമെന്നുണ്ട്. പക്ഷെ അവന്റെ നേരെ നോക്കുമ്പോൾ ആ കണ്ണിലെ അഗ്നി മനസ്സിലാക്കുമ്പോൾ അവൾക്ക് അതിനുള്ള ധൈര്യമില്ല. ഒരാൾക്ക് ഇഷ്ടമല്ലെന്നും ഇനി ഇഷ്ടം പറഞ്ഞ് ശല്യം ചെയ്തതെന്നും നേർക്ക് നേർ നിന്നിട്ട് പറയേണ്ടി വന്നാൽ അതിന് പിന്നെ ഒരു സാധ്യതയില്ലെന്നും മനസ്സിലാക്കുന്ന കൂടി ആളോടുള്ള സ്നേഹമാണ്. മിത്രയെ നിങ്ങൾ എത്രമാത്രം മനസ്സിലാക്കിയെന്ന് എനിക്കറിയില്ല. എനിക്കറിയാവുന്ന മിത്ര, ഞാനറിഞ്ഞ മിത്ര ഇനി ഒരിക്കലും എബിലേക്ക് തിരികെ വരാൻ യാതൊരു സാധ്യതയുമില്ല. അതുകൊണ്ട് ഇതിൻ്റെ പേരിൽ ടീന ഇനി അവളെ വെറുതെ വേദനിപ്പിക്കാൻ ശ്രമിക്കരുത്. അപേക്ഷിക്കുക. അവളുടെ സങ്കടം ഇപ്പം എൻ്റെയും കൂടിയാണ്. കാരണം മിത്ര ഡെന്നീസ് മാത്യു ഇപ്പം എൻ്റെയാണ്, എൻ്റെ മാത്രം. ടീനയുടെ കണ്ണിലേക്ക് നോക്കി അത്രയും പറഞ്ഞുകൊണ്ട് വിശ്വ തിരിഞ്ഞടന്നു. അവൾ എന്തു പറഞ്ഞു? വിശ്വ അടുത്തെത്തും മുന്നേ മിത്ര അവനരിയിലേക്ക് വന്ന് ചോദിച്ചു. ഏയ് ചുമ്മാ. അവനെ ചിരിയോടെ കണ്ണീമി. അതൊന്നുമില്ല, എനിക്ക് സങ്കടാവുന്ന രീതിയല്ലേ? മിത്ര അവന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു. വിശ്വ തിരിഞ്ഞു നോക്കുമ്പോൾ അങ്ങോട്ട് നോക്കിക്കൊണ്ട് തന്നെ ടീന നിൽക്കുന്നു. അങ്ങനെ കാര്യമായിട്ടൊന്നും പറഞ്ഞില്ല എന്നും പറയുന്നു തന്നെ. പിന്നെ ഒരു കുഞ്ഞ് പീച്ചണി നിന്നെ വിട്ടിട്ട് പോവാൻ. അത്രേ ഉള്ളൂ? ആ അത്രേ ഉള്ളൂ. ഞാനിത് വിശ്വസിക്കില്ല വിശ്വ. അവൾ നീ കാര്യമായിട്ട് എന്തോ പറഞ്ഞല്ലോ. മിത്ര കണ്ണുരുട്ടിക്കൊണ്ട് ചോദിച്ചു. നിന്നെ വിട്ട് ഞാൻ അവളെ സ്നേഹിക്കുമോ എന്ന് ചോദിച്ചതാ. അവനൊരു കള്ളത്തരം. ഓഹോ, വമ്പിച്ച ഓഫറാണല്ലോ. ഓൺ ഓഫറാണോ? എന്നിട്ട് മോനെന്ത് പറഞ്ഞു? ഞാനെന്ന് പറയാനാടി, എനിക്ക് മിത്ര ഡെന്നീസ് മാത്യു അസ്ഥിക്ക് പിടിച്ചു പോയില്ലേ. ഇനിയിപ്പോൾ ഈ സ്ഥാനത്തേക്ക് വേറൊരാള്, അതെങ്ങനെ സാധിക്കും? അതുകൊണ്ട് റിയലി സോറി ടീന മേരി എന്ന് പറഞ്ഞ് ഞാൻ സലാം പറഞ്ഞിട്ടിങ്ങ് പോന്നു. വിശ്വ കുസൃതിയോടെ അവളെ നോക്കി. മിത്ര ഒന്നും മിണ്ടാതെ അവന് നോക്കി ചിരിക്കുക മാത്രമാണ് ചെയ്ത്. നമ്മുടെ കേറേജ് കെബിനുള്ള സ്നേഹമൂത്ത് ഭ്രാന്തായി പോയതാ. എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു. ടീനയോ തിരിഞ്ഞു നോക്കിക്കൊണ്ട് വിശ്വ മിത്രയോടായി പറഞ്ഞു. എനിക്ക് ഫീലായോടാ? മിത്രയുടെ മുഖം ചുളിഞ്ഞു അവനോട് ചോദിക്കുമ്പോൾ. ഇല്ലടോ, ടീന എന്നെ വിളിച്ചുകൊണ്ട് പോകുമ്പോൾ തന്നെ എനിക്കിതൊക്കെ അറിയാമായിരുന്നു. ഇതൊക്കെ തന്നെ അവൾക്ക് എന്നോട് പറയാനുണ്ടാവുകയെന്ന്. പിന്നെ നിനക്ക് വേണ്ടിയല്ലേ, ഞാനത് അങ്ങ് ക്ഷമിക്കും. അവൾ എന്താ വിശ്വം ഇങ്ങനെ? എബിയുള്ള സ്നേഹം എന്നോടില്ലാതെ നിന്നോടുണ്ടാവും. അതുണ്ടാവും. നല്ലവനായ ഉണ്ണിയെ നിനക്ക് തന്നെ കിട്ടാൻ അവളിങ്ങനെയൊക്കെ ചെയ്യുന്നു. ടീന അപ്പോഴും അവരെ നോക്കി തന്നെ നിൽക്കുകയാണ്. എന്താണ് അവളുടെ മനസ്സിലെന്നാവും? ഇനി എങ്ങനെയൊക്കെ പറഞ്ഞാൽ അവൾ എന്നെയൊന്ന്. മിത്രയ്ക്ക് ശരിക്കും സങ്കടം വരുന്നുണ്ട്. അതൊന്നും ഇനിയിപ്പോൾ നീ അവളോട് പറയാൻ നിൽക്കണ്ട. അവൾക്ക് എല്ലാം അറിയാലോ. ഇനി എബിന്റെ പേരിൽ നിന്റെ മനസ്സിലൊരു സംഘർഷം ഉണ്ടാക്കാൻ ശ്രമിക്കാതെ മാറിപ്പോവുക എന്നതാ നല്ലൊരു സൗഹൃദമാണെങ്കിൽ, അല്ലെങ്കിൽ നല്ലൊരു സഹോദരി എന്ന രീതിയിലൊക്കെ അവൾ ചെയ്യേണ്ടത്. അത് അവൾ ചെയ്യുന്നില്ലെങ്കിൽ അത് അവളുടെ മിസ്റ്റേക്ക് മാത്രമാണ്. നീ വെറുതെ അതിനെക്കുറിച്ച് ഓർത്തോണ്ട് ടെൻഷൻ ആവണ്ട കേട്ടോ. വീശപതി അവളുടെ തോളിലും തൊട്ടുകൊണ്ട് പറഞ്ഞു. മിത്ര ഒന്നും പറയാതെ അവരെ നോക്കി നിന്നു. സെല്ല്, അവളിപ്പോൾ അല്ലാത്തൊരവസ്ഥയില്ല. ഇനിയിപ്പോൾ നീ കൂടുതൽ അവളെ അവോയ്ഡ് ചെയ്തൊന്നും അവൾക്ക് തോന്നണ്ട. വീട്ടിലേക്ക് വിട്ടോ. ഇന്നിനിപ്പോൾ ഞാൻ മിണ്ടിയാറില്ലെങ്കിലും അവളെന്നെ വെറുതെ വിടാനൊന്നും പോകുന്നില്ല. മിത്രയുടെ സ്വരത്തിൽ നിരാശയാണ്. ഭയമുണ്ടോ?
വിശ്വ ചിരിയോടെ ചോദിച്ചു. ഇല്ലെന്ന് അവൾ തലയാട്ടി കാണിച്ചു. എങ്കിൽ പിന്നെ ധൈര്യമായിട്ട് ചെല്ല്. നീ പറഞ്ഞ പോലെ ടീനയുടെ ഒരു സ്വഭാവം വെച്ചിട്ട് അവൾ എന്തായാലും എന്തെങ്കിലുമൊക്കെ പറയും. സീനാവുകയാണെങ്കിൽ നീ വിളിക്കുക, ഞാൻ വന്നോളാം. വിശ്വ പറഞ്ഞു. ഒരു ദീർഘനിശ്വാസത്തോടെ അവനെ നോക്കി തലയാട്ടിക്കൊണ്ട് മിത്ര ടീനയുടെ അരിയിലേക്ക് ചെന്നു. പക്ഷേ മിത്ര ചെല്ലുന്നേണ്ടതും ടീന വെട്ടിത്തിരിഞ്ഞുകൊണ്ട് സ്പീഡിൽ പുറത്തേക്കുള്ള ഗേറ്റിന് നേരെ നടക്കുകയാണ് ചെയ്ത്. വിശ്വ അത് പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു. മിത്ര പക്ഷേ ആൾ പോയ വഴിയെ നോക്കി നിരാശയോടെ നിന്നു. എന്തൊക്കെ പറഞ്ഞാലും ആളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരി കൂടിയാണ്. ആളുടെ അകൽച്ച ഇപ്പോഴും സങ്കടം തന്നെയാണ്. അത് വിശ്വയ്ക്ക് വേണ്ടിയാകുമ്പോൾ ആ സങ്കടം തീവ്രമാണ്. ഒരാൾക്ക് വേണ്ടി മറ്റൊരാളെ ഉപേക്ഷിച്ച് കളയാൻ കഴിയാത്ത പ്രതിസന്ധി, മരിച്ചു പോയതുപോലൊരു മരവിപ്പ്. അതിന് ശ്വാസം നിലച്ചു പോകണമെന്നില്ല. പ്രിയപ്പെട്ടവരുടെ അവഗണനയ്ക്ക് കൂടി നമ്മളെ ആ അവസ്ഥയിലേക്ക് എത്തിക്കാൻ കഴിയും. തിരിഞ്ഞു നോക്കുമ്പോൾ വിശ്വ എപ്പോഴും അവിടെ തന്നെ നിൽപ്പുണ്ട്. അവിടെ തന്നെ നിൽക്ക്, ഒരു മിനിറ്റ്, ഇപ്പൊ വരാം എന്നും പറഞ്ഞുകൊണ്ടവൻ അകത്തേക്ക് തന്നെ തിരിഞ്ഞടക്കുന്ന കണ്ടോ. എന്തിനാവും എന്നോർത്തുകൊണ്ട് മിത്ര അവിടെയുള്ള ഒരു തൂണിലേക്ക് ചാരി. പറഞ്ഞ പോലെ തന്നെ വളരെ വേഗത്തിൽ വിശ്വ തിരികെ വന്നു. വാ, ഞാൻ കൂടെ വരാം. എനിക്ക് വേണ്ടിയുള്ള കയറിച്ച് നേരെ കൊച്ചിനെ ഇട്ടിട്ട് പോയത്. ആളെ നോക്കിയിട്ടൊരു ചിരിയോടെ പറഞ്ഞിട്ട് വിശ്വ മുന്നോട്ട് നടന്നു. തപിച്ച മനസ്സിലേക്ക് ഒരൽപ്പം നനവ് പകർത്തു നൽകിയതുപോലെയായിരുന്നു അവന്റെ വാക്കുകൾ. മിത്ര സ്നേഹത്തോടെ അവനെ നോക്കിക്കൊണ്ട് ആ കൂടെ നടന്നു. അതുകൊണ്ടാണോ എന്റെ കൂടെ വരുന്നത്? അവൾ ഇട്ടുപോയത് നിനക്ക് വേണ്ടിയായതുകൊണ്ട് മാത്രം? മിത്ര അവനോട് ചോദിച്ചു. അങ്ങനെ ചോദിച്ചാ അതൊരു കാരണമാക്കാവുന്നതാണ്, പക്ഷെ ഒറിജിനൽ കാരണം അതല്ല. അവനൊരൊറ്റ കണ്ണിറുകി ചിരിച്ചുകൊണ്ട് മുടി കോതിയൊതുക്കി അവൾക്കൊപ്പം നടന്നു. എങ്കിലാ ഒറിജിനൽ കാരണം ഇങ്ങോട്ട് പറയേണ്ട മോനെ, അതല്ലേ എനിക്ക് അറിയേണ്ടത്. പറയാം, പക്ഷേ കളിയാകരുത്. ഇല്ലെന്നേ പറയൂ. എനിക്ക് ഈ പ്രണയം കൊണ്ട് മാത്രം പകർന്നു കിട്ടുന്ന ആ അസുഖമല്ലേ, അതുണ്ടായെന്ന് തോന്നുന്നു. വീശക്ക് വീണ്ടും കള്ളത്തരം. അപ്പോഴേക്ക് അവർ രണ്ടാളും കോളേജ് ഗേറ്റ് കഴിഞ്ഞ് പുറത്തെ റോഡിലേക്ക് ഇറങ്ങിയിരുന്നു. അധികം തിരക്കൊന്നുമില്ല. കോളേജ് വിട്ടിട്ട് കുറെ നേരമായതുകൊണ്ട് ഏറെക്കുറെ എല്ലാവരും പിരിഞ്ഞു പോയിരുന്നു. പ്രണയം കൊണ്ട് പകർന്നു കിട്ടുന്ന അസുഖോ? അതേത് അസുഖം? മിത്ര അവന്റെ നേരെ നോക്കി നെറ്റി വിളിച്ചു. നിനക്കറിയില്ലേ? അറിയെങ്കിൽ ഞാനിത് ചോദിക്കില്ലല്ലോ ഈശോ. ആ, എന്നാ അങ്ങനെ ഒരു അസുഖമുണ്ട്. കാണാത്ത നിമിഷങ്ങളിലൊക്കെയും ഒന്ന് കണ്ടെങ്കിലെന്ന് മാത്രം തോന്നും. കണ്ടുകൊണ്ടിരിക്കണം എന്നുള്ള ചിന്ത ഭ്രാന്ത് പിടിപ്പിക്കും. മിണ്ടിക്കൊണ്ടിരിക്കാൻ തോന്നും. അതിനുള്ളൊരു അവസരം വെറുതെ കളയില്ല. ഇങ്ങനെയൊക്കെ ഓരോ ലക്ഷണം ഇപ്പൊ എന്നിലുണ്ട്. അടക്കി പിടിച്ചൊരു ചിരിയോടെ വിശ്വ പറയുമ്പോൾ മിത്ര അവനെ നോക്കി തലയാട്ടി ചിരിച്ചു. വല്ലാണ്ട് പഞ്ചാരയായി പോകുന്നുണ്ട് ഈശോ. ലേശം. അവൻ കൈവിരൽ ഉയർത്തി കാണിച്ചു. പക്ഷെ എനിക്കെന്താ വിശ്വ ഈ അസുഖം ഇല്ലാത്ത? ഈ അസുഖം ഇല്ലായിട്ടോ എന്നോട് തുറന്ന് സമ്മതിക്കാൻ മടിയായിട്ടോ? അല്ലെന്നേ. എങ്കിൽ എനിക്കുള്ള അത്രയും സ്നേഹം എനിക്ക് എന്നോട് ഉണ്ടാവില്ലായിരിക്കും. വിശാള ഉളി കണ്ടിട്ട് നോക്കിയിട്ട് കള്ളത്തരത്തോടെ പറഞ്ഞു. സ്നേഹത്തിൽ അങ്ങനെ കൂടുതൽ കുറവ് അങ്ങനെയൊക്കെ ഉണ്ടോ വിശ്വ? എനിക്കറിയില്ല, പക്ഷെ ഒന്നറിയാം, ഇതുവരെ എനിക്ക് ആരോടും തോന്നാത്തൊരു ഇഷ്ടം എനിക്ക് നിന്നോടുണ്ട്. നീ പറഞ്ഞ പോലെ എപ്പോഴും കാണണം, മിണ്ടണം എന്നൊന്നും എനിക്കിതുവരെയും തോന്നിയിട്ടില്ല. പക്ഷെ കണ്ടാലും മിണ്ടിയാലും നിന്റെ കൂടെയുള്ള നിമിഷങ്ങളിൽ ഞാൻ ഒരുപാട് ഹാപ്പിയാണ്, ഫ്രീ ആണ്. എനിക്ക് ഞാനായി തന്നെ ഇരിക്കാൻ കഴിയുന്നുണ്ട്. ഒരു ലൈഫ് പാർട്ണർ എന്നൊരു സങ്കല്പമൊക്കെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ടായി തുടങ്ങിയ മുതൽ ഇത്രയും ക്വാളിറ്റികൾ ഞാനും ആഗ്രഹിച്ചിട്ടുള്ളൂ. നിന്നിൽ ഞാൻ ഹാപ്പിയാ, ഓക്കെയാ. അതിനിപ്പോൾ വേണ്ടെന്ന് ആരൊക്കെ പറഞ്ഞാലും അതെനിക്ക് കഴിയാൻ തോന്നില്ല. ഓർക്കാൻ വേണ്ടി എൻ്റെ ഉള്ളിൽ നീയും തന്നില്ലെങ്കിൽ കൂടിയും ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ മറക്കാതിരിക്കാൻ പാകത്തിന് നീ എനിക്ക് ആരോയി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് വേണ്ട മറ്റൊന്നിരിക്കെന്ന് പറയുമ്പോൾ മാറ്റി മാറ്റിയെടുക്കാൻ എനിക്ക് നീ ഒറ്റ ദിവസത്തേക്കോ ഒരാഴ്ചത്തിലേക്കോ വേണ്ട വസ്ത്രമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വസ്തുവല്ലല്ലോ വിശ്വ. ലൈഫ് ലോങ് എൻ്റെ കൂടെ ഉണ്ടാവാൻ ഞാൻ ആഗ്രഹിക്കുന്നവനല്ലേ. എൻ്റെ ജീവിതമാണ്, ജീവനാ. പറഞ്ഞിരുത്തുമ്പോൾ മിത്രയുടെ സ്വരം പതിഞ്ഞുപോയി. തന്നോടുള്ള പ്രണയം ഇരച്ചു കയറി ആളുടെ ചുവന്നുപോയ മുഖത്തേക്ക് വിശ്വ കൗതുകത്തോടെ നോക്കി. നടത്തു നിർത്തി തന്നെ സൂക്ഷിച്ചു നോക്കി നിൽക്കുന്നവന് നേരെ നോക്കി മിത്ര പുരികം പൊക്കിക്കൊണ്ട് എന്തെന്ന് ചോദിച്ചു. ചുണ്ടുകൾ കടിച്ചു പിടിച്ചുകൊണ്ടവനും ഒന്നുമില്ലെന്ന് തലയാട്ടി കാണിച്ചു. എങ്കിൽ വാ, റോഡിൽ നിന്നിട്ടാ നിന്റെ ആലോചന. അവൾ അവനെ വലിച്ച് തനിക്കരിയിലേക്ക് നിർത്തി. അവളിൽ നിന്ന് ഉയരുന്ന വശ്യമായ പെർഫ്യൂം ഗന്ധം അകലാൻ കഴിയാതെ അവൻ അവളിലേക്ക് തളച്ചിട്ടതുപോലെ. എന്ന് പഞ്ചാര എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം മേടാണ് പഞ്ചാര. വീശ കുസൃതിയോടെ പറഞ്ഞു. ചന്ദനചാരിയരെ മിസ്റ്റർ വിശ്വ ആ സ്മെല്ലേക്ക് ഇട്ടു. അവൾക്കൊരു അടക്കി പിടിച്ച ചിരിയുണ്ട്. ഓ ഓ ഓ ഓ ഓ. അവൾ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായതുപോലെ വിശ്വയും ചിരിക്കുന്നുണ്ട്. എൻ്റെ കൂടെ വന്നിട്ട് ക്യാൻറ്റീനിൽ നല്ല തിരക്കല്ലേ? ഏയ് കുഴപ്പമില്ല, അത് മുരുകൻ മാനേജ് ചെയ്തോളൂ. എങ്ങനെയുണ്ട്? നീ പ്രതീക്ഷിച്ച പോലെ തന്നെ മുന്നോട്ട് പോകുന്നുണ്ടോ? ഞാൻ ഇത്രയൊന്നും കരുതിയിരുന്നില്ല മിത്ര. ക്യാൻറ്റീനെ കുറിച്ചും അതിന്റെ പുരോഗതിയെക്കുറിച്ചും പറഞ്ഞുകൊണ്ടായി പിന്നെ അവരുടെ നടത്തം. ബിസിനസ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് മിത്രയുടെ അറിവിനെ കുറിച്ചും അവരുടെ കാര്യപ്രാപ്തിയെക്കുറിച്ചും വിശ്വക്ക് മനസ്സിലാക്കി കൊടുത്തു ആ തുറന്ന സംസാരം.
ഇത്രയും ബുദ്ധിമതിയായ പക്വതയുടെ കാര്യങ്ങളെ കാണുന്ന ധൈര്യവതിയായ ഈ പെൺകുട്ടിക്ക് മുമ്പിൽ താൻ എത്രയോ ചെറുതായി പോകുന്നുണ്ടെന്ന് വിശ്വക്ക് തോന്നി. ടീന പറഞ്ഞ പോലെ മിത്ര പോലെ ഇത്രയും ബ്രില്യൻ്റ് ആയ ഒരാൾക്ക് തന്നെ പോലെ ഒരാൾ ഒരിക്കലും ചേരില്ല. ഏച്ച് കിട്ടിയതുപോലെ അവൾക്കൊപ്പം ഒരു അഭംഗി സൃഷ്ടിക്കാൻ മാത്രം കഴിയുന്ന പ്രണയം. വെറുതെയല്ല CS ഗ്രൂപ്പ് ഇവരെ ഇത്രയും ഭയക്കുന്നതെന്ന് കൂടി അവൻ ആ നിമിഷം വ്യക്തമായി. മിത്ര കൂടി DR ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്നതോടെ പിന്നെ വേറെ ലെവൽ അവരുടെ ബിസിനസ് വിശ്വക്ക് ഉറപ്പായി. അതിന് തടയിടാനാണ് CS ഗ്രൂപ്പ് ഇത്രയും നാറിയ കളിക്ക് ശ്രമിക്കുന്നു. ക്യാനിൽ ഇനി എന്തൊക്കെ ചെയ്യണമെന്നും എങ്ങനെ ചെയ്യണമെന്നൊക്കെ വളരെ ആവേശത്തിൽ അവനോട് പറഞ്ഞുകൊണ്ട് നടക്കുന്ന മിത്രയുടെ നേരെയാണ് വിശ്വയുടെ നോട്ടങ്ങളൊക്കെയും. നോക്കി നോക്കി ഹൃദയത്തിലേക്കുള്ള എളുപ്പവഴി കണ്ടെത്തിയതുപോലെ അവളിൽ നിന്ന് നോട്ടം വളർത്തി മാറ്റാൻ കഴിയാതെ വിശ്വ കുടുങ്ങിപ്പോയിരുന്നു. CS ഗ്രൂപ്പ്, അവരുടെ എഗ്രിമെന്റ്, അതെല്ലാം അവൾക്കൊപ്പമാവുന്ന നിമിഷങ്ങളിൽ എപ്പോഴും അവന്റെ ചിന്തകളിൽ ഒരിടത്തും ബാക്കിയാവാറില്ല. മിത്ര പറഞ്ഞ പോലെ ഈ ലോകത്തിൽ ആരോടും തോന്നാത്തൊരിഷ്ടം അത് അവനും തോന്നിയത് അവളോട് മാത്രമാണല്ലോ. ആദ്യമായി അറിയുന്ന പ്രണയത്തിന്റെ സുഖമുള്ള ലഹരി അവരിലേക്ക് പകർന്നു കൊടുക്കുന്നത് അവളാണല്ലോ. ടീന വല്ലാതെ വയലന്റായി തോന്നിയാ ഞാൻ വിളിക്കും, വന്നേക്കണം കേട്ടോ. തട്ടി വിളിച്ചുകൊണ്ട് മിത്രയത് പറഞ്ഞപ്പോൾ മാത്രമാണ് നടന്ന് താനെ അവൾ അവളുടെ വീടിന്റെ ഗേറ്റിനരിയിൽ വന്ന് നിൽക്കുന്നുവെന്ന് വിശ്വ മനസ്സിലാക്കി തന്നെ. ഇനിയിപ്പോൾ ക്യാൻറ്റീനിലേക്ക് തന്നെ തിരികെ പോകുന്നുണ്ടോ അതോ വീട്ടിൽ പോവാണോ? ഇനിയുള്ളതൊക്കെ മുരുകൻ നോക്കിക്കോളും, ഞാൻ അവരോട് പറഞ്ഞിട്ടാ വന്നത്. എന്നാ വിട്ടോ, ഞാൻ ചെല്ലട്ടെ, അതൊരു ആറ്റുമ്പോൾ എന്നെ കാത്തിരിക്കുന്നുണ്ട്, പോയി നോക്കട്ടെ. പൊട്ടിത്തെറിക്കുന്ന ശബ്ദം കേട്ടാ വന്നേക്കണം. കുറുമ്പോടെ അതും പറഞ്ഞുകൊണ്ട് അവൾ ഗേറ്റ് തുറന്നുകൊണ്ട് അകത്തേക്ക് കയറി. സീറ്റ് ഔട്ടിൽ നിന്ന് ആളിലേക്കുള്ള വാതിക്കൽ നിന്നിട്ട് മിത്ര കൈവീശി കാണിക്കുന്ന കൂടി കണ്ടിട്ടാണ് വിശ്വ പിന്നെ തിരിഞ്ഞടന്നത്. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.